വർക്കല ട്രെയിൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. കേരളത്തെ നടുക്കിയ വർക്കല ട്രെയിൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടി മാസങ്ങളോളം നീണ്ട തീവ്രപരിചരണത്തിനും ചികിത്സയ്ക്കും ശേഷം ജീവിതത്തിലേക്ക് മടങ്ങുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീകുട്ടി തിങ്കളാഴ്ച ഡിസ്ചാർജായി. മരണത്തിന് വക്കിൽ നിന്നും അസാമാന്യമായ മനക്കരുത്തിലൂടെയാണ് ഈ പെൺകുട്ടി തിരിച്ചുവരവ് നേടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ശേഷം ഡിസംബർ 25-നാണ് ശ്രീകുട്ടിയെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിനേറ്റ ഗുരുതര ക്ഷതം കാരണം ബോധമില്ലാതെയും ശ്വസിക്കാനും ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിൽ നിന്നാണ് അവൾ തിരിച്ചു വന്നത്. ഇടതു തോളിനും പരിക്കേറ്റിരുന്നു. അമൃത ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം മേധാവി ഡോക്ടർ രവിശങ്കരൻ, ഡോക്ടർ ആനന്ദ് രാജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തുടർ ചികിത്സ. ശ്വസനത്തിനായി ട്രക്കിയോസ്റ്റമിയും ഭക്ഷണത്തിനായി ട്യൂബും ഘടിപ്പിച്ചു. ന്യൂറോ റീഹാബിലിറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി ഓക്സിജൻ തെറാപ്പി, ശ്വസന വ്യായാമങ്ങൾ, ഭക്ഷണം സ്വയം വിഴുങ്ങാനുള്ള പരിശീലനം, ഓർമ്മശക്തിയും ചിന്താശേഷിയും ഉണർത്താനുള്ള ചികിത്സകൾ, ചലനശേഷി വീണ്ടെടുക്കാനുള്ള പരിശീലനം എന്നിവ നൽകി. ENT, ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, ന്യൂറോളജി, എൻഡ്രോക്രൈനോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗങ്ങളുടെ ഏകോപിത പ്രവർത്തനമാണ് ശ്രീകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ തനിയെ ഭക്ഷണം കഴിക്കാനും നടക്കാനും സംസാരിക്കാനുമുള്ള ശേഷി വീണ്ടെടുത്തത് കുടുംബത്തിനും നാട്ടുകാർക്കും വലിയ അത്ഭുതമാണ്. ചികിത്സാ കാലയളവ് ഉടനീളം അമ്മ പ്രിയയാണ് തണലായി കൂടെയുണ്ടായിരുന്നത്. മകളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചിരുന്ന പാലോട്ടെ വീട് ഇപ്പോൾ സന്തോഷത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിലൂടെ ശ്രീകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ചികിത്സാ ചെലവുകൾ മുഴുവൻ ഏറ്റെടുത്തതോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള ചികിത്സ സൗജന്യമായി ലഭ്യമാക്കി. 2025 നവംബർ ആദ്യവാരം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ലഹരിക്കടിമയായ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതോടെയാണ് ശ്രീകുട്ടിയുടെ ജീവിതം തകിടം മറിഞ്ഞത്. എന്നാൽ തളരാത്ത പോരാട്ട വീര്യത്തോടെ അവൾ തിങ്കളാഴ്ച തന്റെ പ്രിയപ്പെട്ട പാലോടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.